ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവത്തിലേക്ക് ഹൃദയപൂർവം തിരിയുന്നവർക്കുള്ള അനുഗ്രഹം കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമാണ്. കർത്താവ് നമ്മിൽ നിന്ന് സകല കോപവും മാറ്റി ക്രോധം പിൻവലിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നതിന്, നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുന്നതിന്, നമ്മുടെ പാപങ്ങളെ മാപ്പ് നൽകുന്നതിന് ഈ രാത്രിയിൽ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നടക്കാതിരിക്കുന്ന നല്ല കാര്യങ്ങളെ നടക്കുന്നതിന്, അതിനുള്ള തടസ്സങ്ങളെ നീങ്ങിപ്പോകുന്നതിന്, നമ്മിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മീയമായി ഉണരുവാൻ, ഉയരുവാൻ, വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ, കളങ്കമില്ലാത്ത ഒരു ഹൃദയം കർത്താവിന് നൽകാൻ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. നല്ല ഒരു ഉറക്കം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരിക സൗഖ്യവും മാനസിക സൗഖ്യവും ഉണ്ടായി ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ നല്ല ഉറക്കം കിട്ടി സമാധാനത്തോടെ ഉറങ്ങി അതിരാവിലെ ആരോഗ്യത്തോടെ എഴുന്നേൽക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ പേരുപേരായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 85 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, അങ്ങയുടെ ദേശത്തോട് അങ്ങ് കാരുണ്യം കാണിച്ചു. യാക്കോബിൻ്റെ ഭാഗധേയം അവിടുന്ന് പുനഃസ്ഥാപിച്ചു. അങ്ങയുടെ ജനത്തിൻ്റെ അകൃത്യം അങ്ങ് മറന്നു. അവരുടെ പാപം അവിടുന്ന് ക്ഷമിച്ചു. അങ്ങ് എല്ലാ ക്രോധവും പിൻവലിച്ചു. തീക്ഷ്ണമായ കോപത്തിൽ നിന്ന് അങ്ങ് പിന്മാറി. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളോടുള്ള അങ്ങയുടെ രോഷം പരിത്യജിക്കണമേ. അങ്ങ് എന്നേക്കും ഞങ്ങളോട് കോപിഷ്ഠനായിരിക്കുമോ? തലമുറകളോളം അങ്ങയുടെ കോപം നീണ്ടു നിൽക്കുമോ? അങ്ങയുടെ ജനം അങ്ങയിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങൾക്ക് നവജീവൻ നൽകുകയില്ലയോ? കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും. ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്ന ദൈവമേ, ഹൃദയപൂർവം അങ്ങയിലേക്ക് തിരിയുന്ന വിശുദ്ധർക്ക് അനാദികാലം മുതലേ അങ്ങ് വച്ചിരിക്കുന്ന സമാധാനത്തിൻ്റെ ജീവിതം, സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ജീവിതം കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഈ രാത്രിയിൽ നിന്നോട് നിലവിളിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ കാണണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്നതായ സകല തിന്മകളും ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. ദൈവത്തിന് മഹത്വം നൽകാത്ത എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. കർത്താവേ, നിന്റെ കാരുണ്യമാണ് ഞങ്ങളെ സമാധാനമുള്ള ജീവിതം നൽകുന്നത്. കർത്താവേ, ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളെ നീ അനുഗ്രഹിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ ക്ഷമിക്കണമേ. നിനക്കെതിരെ ഞങ്ങൾ ചെയ്ത, ഞങ്ങളുടെ മാതാപിതാക്കൾ ചെയ്ത, ഞങ്ങളുടെ പൂർവികർ ചെയ്ത, ഞങ്ങളുടെ മക്കൾ ചെയ്ത, ഞങ്ങളുടെ ജീവിത പങ്കാളി ചെയ്ത എല്ലാ പാപങ്ങളും നീ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണയുള്ള കണ്ണുകൾ ഈ രാത്രിയിൽ ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ ഈ ജീവിതം കർത്താവേ, നിനക്ക് മാത്രമേ അതിനെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നില്ല. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നില്ല.
ഉന്നതമായ ജീവിത ശൈലി സ്വപ്നം കാണാൻ പോലും സാധിക്കുന്നില്ല. ഞങ്ങളുടെ മനസ്സിന് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. കർത്താവേ, നീ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം കാഴ്ചവെക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. എന്നാൽ അത് സാധിക്കുന്നില്ല. കർത്താവേ, ഞങ്ങളുടെ ഈ നിസ്സഹായതയെ നീ കണക്കിലെടുത്ത് നീ തന്നെ ഞങ്ങൾക്ക് ശക്തി നൽകി, ഞങ്ങളെ സഹായിച്ച്, ഞങ്ങൾക്ക് വിജ്ഞാനം നൽകി എങ്ങനെ നിന്നെ പ്രീതിപ്പെടുത്തി ജീവിക്കാം എന്നത് ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ. കർത്താവേ, നിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു നല്ല ജീവിതം, ഫലപ്രദമുള്ള ജീവിതം കാഴ്ചവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലും പല കാരണങ്ങളാൽ ഞങ്ങളുടെ അലസതയും മടിയും ഞങ്ങളുടെ തീക്ഷ്ണതയില്ലായ്മയും അഹങ്കാരവും കാരണം അതിനൊന്നും സാധിക്കുന്നില്ല. കർത്താവേ, ഈ രാത്രിയിൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. നിൻ്റെ കാരുണ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ ഇന്ന് രാത്രിയിൽ നീ ഏറ്റെടുക്കണമേ, സാധിച്ചു കൊടുക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ നിനക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. കർത്താവേ, നിനക്ക് മഹത്വം നൽകുന്ന സന്തോഷത്തിൻ്റെ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. സമാധാനത്തിൻ്റെ ജീവിതം നൽകണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആത്മശോധന ചെയ്ത് തെറ്റുകൾ തിരുത്തി സന്തോഷത്തോടെ ദൈവമഹത്വത്തിനു വേണ്ടി ആഗ്രഹത്തോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളെ അലട്ടുന്ന മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന്, തളർച്ചയിൽ നിന്ന്, ക്ഷീണത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകി ദൈവമേ, നിൻ്റെ കരത്തിൽ പിടിച്ച് സമാധാനത്തോടെ ഉറങ്ങാൻ, എന്നെ അലട്ടുന്ന വിഷമങ്ങളെല്ലാം എൻ്റെ കർത്താവിൽ ഞാൻ പൂർണ്ണമായി സമർപ്പണം ചെയ്ത് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ മടിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഈ രാത്രിയിൽ ഞങ്ങളെ, എന്നെ കേൾക്കുന്ന എല്ലാവരെയും നീ സഹായിക്കണമേ. ഞങ്ങൾക്ക് ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ശാരീരിക വേദനയാൽ ഉറങ്ങാൻ പറ്റാത്ത എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ അവരുടെ ശരീരത്തിൻ്റെ വേദന മാറ്റി, മനസ്സിൻ്റെ ദുഃഖം മാറ്റി നല്ല ഒരു ഉറക്കം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളെ അലട്ടുന്ന ദുസ്വപ്നങ്ങളിൽ നിന്ന്, ദുഷ്ടാരൂപികളിൽ നിന്ന്, അന്ധകാര ശക്തികളിൽ നിന്ന് നിൻ്റെ കരം ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ, ശക്തി നൽകണമേ. കർത്താവേ, ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടപിശാചുക്കളെ എന്നേക്കുമായി നീ നശിപ്പിച്ചു കളയണമേ. കർത്താവേ, ഇനി ഒരിക്കലും ദൈവമക്കളായ ഞങ്ങളെ തകർക്കാൻ ആർക്കും സാധിക്കരുത്. നിൻ്റെ ശക്തമായ കരം, നിൻ്റെ ചിറകിൻ കീഴിൽ ഞങ്ങൾ അഭയം കൊള്ളുന്നു. നിൻ്റെ ശക്തമായ കരം നീട്ടി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ, രക്ഷിക്കണമേ. നല്ല ഉറക്കം നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ. ഈ രാത്രിയിൽ നിൻ്റെ പൂർണ്ണ സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന എല്ലാവർക്കും നിൻ്റെ സംരക്ഷണം, അവരുടെ വാഹനങ്ങൾക്കും അവരുടെ ജീവനും അവരുടെ ശരീരത്തിനും ആരോഗ്യത്തിനും സംരക്ഷണം നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന എത്തേണ്ട എല്ലാ വ്യക്തികളിലേക്കും നീ ഈ പ്രാർത്ഥന എത്തിക്കണമേ. ഒറ്റപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും സന്തോഷത്തിൻ്റെ അനുഭവം കൊടുക്കാൻ ഈ പ്രാർത്ഥനയിലൂടെ നീ അവരെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന അവരിൽ എത്തിച്ചു കൊടുക്കണമേ. കർത്താവേ, വേദനയിലും ദുഃഖത്തിലും കഴിയുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥന ഒരു ആശ്വാസമായിക്കോട്ടെ. ഉറക്കമില്ലാത്ത വ്യക്തികൾക്ക് ഈ പ്രാർത്ഥനയിലൂടെ സമാധാനത്തോടെ ഉറങ്ങാനുള്ള ശക്തി കിട്ടട്ടെ. കർത്താവേ, ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, സ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. സന്തോഷവും സമാധാനവും അവരിൽ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങയ്ക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുനാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് സുരക്ഷിതമായി ദൈവകരങ്ങളിൽ പിടിച്ച് സമാധാനത്തോടെ ഉറങ്ങാൻ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ.
സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിലൂടെ സമാധാനത്തോടെ ഉറങ്ങാൻ കർത്താവ് നിനക്ക് കൃപ തരട്ടെ. നാളത്തെ എല്ലാ നിയോഗങ്ങളും കർത്താവിൽ ഭരമേൽപ്പിച്ച് ഉറങ്ങുക. കർത്താവ് അത് ഏറ്റെടുത്തിരിക്കുന്നു. നല്ലൊരു ദിവസം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.